കിഴക്കൻ മേഖലയിലെ കാടുകളിലെ ഏറെ തലയെടുപ്പോടുകൂടി കാണാൻ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള കുട്ടിശങ്കരൻ്റെ നടത്തവും ആൾക്കാർ അടുത്തോട്ട് വന്ന് തുമ്പിക്കൈയൊക്കെ ഉയർത്തിയുള്ള അവൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു. ആ ഓർമ്മകളൊക്കെ ജനങ്ങൾക്ക് സമ്മാനിച്ച്, ആനപ്രേമികൾക്ക് സമ്മാനിച്ച് ഒരാഴ്ച മുൻപ് അവൻ ഈ ലോകത്തോട് തന്നെ യാത്രയായി. വളരെ അപൂർവം ചിലർ മാത്രമാണ് നമ്മുടെ കുട്ടിശങ്കരൻ്റെ വിയോഗം അറിഞ്ഞു കാണുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഒരിക്കൽ കൂടി ഈ പ്രദേശത്തൊക്കെ വന്ന് കുട്ടിശങ്കരൻ സഞ്ചരിച്ചതായ കുട്ടിശങ്കരൻ്റെ ആനത്താരയിൽ കൂടി ഒരു വട്ടം കൂടി ഒന്ന് സഞ്ചരിച്ച് അവൻ്റെ ഓർമ്മകൾ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത്. ചിറ്റാർ സീതത്തോട് റോഡിൽ ഊരാമ്പാറയ്ക്ക് സമീപം ആഴ്ചകളോളം സ്ഥിരമായി ഇറങ്ങിയിരുന്ന ആനപ്രേമികളുടെ ഹരമായി മാറിയിരുന്ന കുട്ടിശങ്കരൻ ഒരാഴ്ച മുൻപ് കോട്ടമൺപാറ കണ്ണാട്ടുതറയിൽ വനാതിർത്തിയോട് ചേർന്ന കൈവശ ഭൂമിയിലെ ഉപയോഗശൂന്യമായി കിടന്ന കിണറ്റിൽ വീണാണ് ചരിയുന്നത്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പ് നടത്തുന്ന ഡിജിറ്റ് സർവേക്കിടെയാണ് 3 മീറ്ററോളം താഴ്ച വരുന്ന കിണറ്റിൽ രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ ജഡം കണ്ടെത്തുന്നത്. ഈ ഭാഗം ചരിഞ്ഞ ഭൂപ്രദേശമാണ്. സമീപത്തെ തിട്ടലിൽ നിന്നും തെന്നി കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം. 86 സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൊമ്പുകൾക്ക് കുട്ടിശങ്കരൻ്റെ കൊമ്പുകളായി ഏറെ സാമ്യമാണുള്ളതാണ്. ഈ ഒരു പ്രധാന കാരണത്താലാണ് കുട്ടിശങ്കരൻ തന്നെയാകാം ചരിഞ്ഞതെന്നുള്ള നിഗമനത്തിലേക്ക് അധികൃതർ എത്താനുള്ള പ്രധാന കാരണം. വനംവകുപ്പ് നൽകുന്ന ഒരു സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കുട്ടിശങ്കരനാകാമെന്നുള്ളൊരു സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. കുട്ടിശങ്കരന് ആകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ കൂടിയാണ് ആനപ്രേമികളും ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രത്യേക ചിറ്റാർ നിവാസികളായ പല ആൾക്കാരും കാത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു കാട്ടാനയെ ഇത്രയ്ക്ക് അടുത്ത് കാണാൻ കഴിയുന്ന കാര്യത്തിൽ ഏറെ സംശയമായിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു നിശ്ചിത ഒരു അടുത്ത് വരെ, അതായത് എങ്ങനെയാലും ഒരു 10-25 മീറ്ററിന് അടുത്ത് വരെ നിന്ന് ആനയെ കാണാൻ കഴിഞ്ഞിരുന്നു. സുരക്ഷിതമായ സ്ഥലത്ത്, വനംവകുപ്പ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് ആനയെ കാണാൻ കഴിഞ്ഞു. ഈ പ്രദേശത്തെ ആനയെ കാണാത്തതായ ആൾക്കാർ ആരും തന്നെ ഇല്ല. ഇരുവരുടെയും ചിത്രങ്ങൾ പകർത്തിയ സന്ദർഭങ്ങൾ നിരവധിയാണ്. ഈ പ്രദേശത്തെ ഒരു ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാൽ 2 പേരുടെയും സുന്ദര മുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മൊബൈലിലെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് അള്ളിക്കര വനമേഖലയിൽ നിന്ന് കക്കാട്ടാറ് കടന്നാണ് കുട്ടിശങ്കരൻ ആദ്യമായി ജനവാസ മേഖലയിൽ എത്തുന്നത്. കക്കാട്ടാറിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിലെ വാഴകളായിരുന്നു പ്രധാന ഭക്ഷണം. പിന്നീട് ചിറ്റാർ തോട്ടം സ്കൂളിലും ചിറ്റാർ എസ്റ്റേറ്റിന് സമീപം വരെയും എത്തി. നേരം പുലരും മുൻപ് കിട്ടുന്നതെല്ലാം തിന്ന് കക്കാട്ടാറ് കടന്ന് അള്ളുങ്കൽ വനത്തിലേക്ക് കടക്കുകയായിരുന്നു പതിവ്. കഴിഞ്ഞ 2 വർഷമായി കുട്ടിശങ്കരനൊപ്പം മറ്റൊരു കൊമ്പനും എത്തിയിരുന്നു. തലയെടുപ്പും നീണ്ട വളഞ്ഞ കൊമ്പുമുള്ള ഇവരെ നാട്ടുകാർ ചില്ലിക്കൊമ്പൻ എന്ന് വിളിച്ചു. ഇരുവരും കൂടിയായിരുന്നു പിന്നീടുള്ള വരവ്. മുൻ വർഷങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഇരുവരും എത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം എന്നും വൈകിട്ട് 7 മണിക്ക് മുൻപ് സീതത്തോട് ചിറ്റാർ റോഡ് കടന്ന് ഊരാമ്പാറയിലെ കൈതത്തോട്ടത്തിലെത്തും. നേരം പുലരാറാകുമ്പോൾ വന്ന വഴിയിലൂടെ തന്നെ തിരികെ അള്ളങ്കൽ പദ്ധതിക്ക് സമീപത്തുകൂടി കക്കാട്ടാറ്റിലെത്തി നീണ്ട കുളിയും കഴിഞ്ഞായിരുന്നു കാടുകയറ്റം. കുട്ടിശങ്കരൻ്റെയും ചില്ലിക്കൊമ്പൻ്റെയും ചിത്രങ്ങൾ പകർത്താൻ കിലോമീറ്ററുകൾ താണ്ടിയാണ് ആനപ്രേമികളായ ആളുകൾ എത്തിയിരുന്നത്. ചിറ്റാർ സീതത്തോട് പഞ്ചായത്തിലെ മിക്കവരുടെയും മൊബൈൽ ഫോണുകളിൽ ഇരുവരുടെയും ചിത്രങ്ങൾ നിരവധിയാണ്. വനപാലകരുടെ കടുത്ത സുരക്ഷയ്ക്ക് നടുവിലൂടെയാണ് ഇരുവരും വന്ന് റോഡ് മുറിച്ച് ദിവസങ്ങളോളം കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആനകൾ ഇറങ്ങുന്ന ദിവസം ഈ പ്രദേശങ്ങളിൽ ഉത്സവ പ്രതീതിയായിരുന്നു. ഇരുവരുടെയും വരവ് തടയണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധവും ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ചടക്കം നിരവധി സമര പരിപാടികളും നാട്ടിൽ അരങ്ങേറിയിരുന്നു. ഇവരുടെ വരവ് തടയാൻ കക്കാട്ടാറിൻ്റെ തീരത്ത് ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിച്ച് സൗരോർജ്ജ വേലിയും ശേഷമാണ് നാട്ടിലെ കോലാഹലങ്ങൾക്ക് അല്പമെങ്കിലും ശമനമാകുന്നത്. കുട്ടിശങ്കരൻ്റെയും ചില്ലിക്കൊമ്പിൻ്റെയും വരവും കാത്ത് നിരവധി ആനപ്രേമികളാണ് ഈ സീസണിലും കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആന ചരിഞ്ഞ വിവരം പുറം ലോകം അറിയുന്നത്. ഇരുവർക്കും ഒട്ടേറെ ഫാൻസും ഉണ്ടായിരുന്നു.
കൊമ്പ് ചെറുതാണെങ്കിലും കൂട്ടത്തിൽ കാണാൻ സുന്ദരൻ കുട്ടിശങ്കരനായിരുന്നു. ലക്ഷണം മൊത്ത തലയെടുപ്പോടുകൂടിയായിരുന്നു അവൻ്റെ നടത്തം. കുട്ടിശങ്കരനെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന രാജേഷ് അല്ലേ? രാജേഷിൻ്റെ ഒരു ഈ ഇവനുമായിട്ടുള്ള ഒരു അടുപ്പമൊക്കെ എങ്ങനെയായിരുന്നു? ഏത് രീതിയിലൊക്കെയായിരുന്നു? അതൊന്നും കാണും, പേടിയൊന്നും ഇല്ലായിരുന്നു. പേടിയെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ പോയി ശല്യിക്കാനായിട്ട് നടക്കുന്നില്ല. അതൊന്നും പേരും പോകും, ആഹാരം കഴിച്ചു പോകും, അതിനെ ഒന്നും ചെയ്യാൻ പോകില്ല. നമുക്ക് ശല്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനെ കിട്ടുന്ന പോകാൻ. എത്ര വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു? കാഴ്ച 4 വർഷമായിട്ട് 3 വർഷം അടുപ്പിച്ചുണ്ടായിരുന്നില്ലേ? ഒരിക്കൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടുത്ത് നിന്നൊക്കെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോകും, നോക്കിയിട്ട് പോകും. കാഴ്ചയിലൊക്കെ എങ്ങനെ? മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് ഇവൻ്റെ തലയെടുപ്പൊക്കെ എങ്ങനെ? അങ്ങനത്തെ ആനയില്ലേ, കടന്നുകൊണ്ട് ആനയില്ല. വലിയ ആനേക്കാളും നല്ല കുട്ടിശങ്കരൻ തന്നെ. കക്കാട്ടാറ് നീന്തി കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ ഈ കാണുന്ന ശൈലജയാണ് പ്രധാനമായി കണ്ടുകൊണ്ടിരുന്നത്. അള്ളങ്കൽ EDCയിൽ ജലവിധ പദ്ധതിക്ക് തൊട്ട് താഴെയായി താമസിക്കുന്ന കുടുംബമാണ് ശൈലജയും ഭർത്താവ് രാജേഷും. ശങ്കരൻ്റെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സാധാരണ മനസ്സിൽ? സാധാരണ കുട്ടിശങ്കരൻ ഇതിൽ 6 മുറിച്ച് കിടന്ന് ഇതിലെ വന്ന് കയറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം 2-3 ദിവസം മുമ്പ് പറയുന്നിട്ട് കുട്ടിശങ്കരൻ ചത്തുപോയെന്ന് മാങ്ങമൊഴിയിലെങ്ങാണ്ട് വെച്ച്. ശരിയാണെന്ന് അറിയത്തില്ല. വന്ന് കുട്ടിശങ്കരൻ വലിയ ശല്യമില്ലായിരുന്നു, മറ്റേ വലിയാന ശല്യമായിരുന്നു. വലിയ കൂടെ വരുന്നത് എല്ലാവരുടെയും കൃഷി നശിപ്പിക്കുമോ, ഭയങ്കര ശല്യമായിരുന്നു. കുട്ടിശങ്കരൻ ആദ്യം വന്നത്, അത് കഴിഞ്ഞിട്ട് മറ്റേ ആനയും കൂടെ. ഇത് കേട്ടപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിശങ്കരൻ ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമം. ഇത്രയും നാളിതിൽ വന്നു പോയത് മൃഗം വന്നു പറഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ കണ്ട നമ്മളല്ലേ ശൈലജയല്ലേ ഏറ്റവും കൂടുതൽ കണ്ട ഞങ്ങളല്ലേ? ദിവസം കണി കാണുന്നത് ഒരു പക്ഷേ അതെ, ഏറ്റവും കൂടുതൽ കണ്ടത് ഞങ്ങളാണ് ഇതിലെ. കാരണം ഞങ്ങളുടെ ഇതിലെ വന്ന് പോകുന്നതും എടുക്കുന്നതും അല്ല ഇതിലായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഒരു 10 മീറ്റർ 15 മീറ്ററിന് സമീപത്തൂടെ തന്നെ. ഇത്രയും തന്നെ പറയാൻ പറ്റത്തില്ല. ഇതിലെ ഈ പ്ലാവും ചോട്ടി കൂടെ വന്ന് കയറി പോയിട്ടുണ്ട്. ഇതിലെ വന്ന് കയറി പോയിട്ടുണ്ട്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാനേ വയ്യല്ലേ? ശങ്കരൻ ആന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് എല്ലാ വർഷവും വരുന്നതാണ്. 3 വർഷം ഇപ്പോൾ അടുപ്പിച്ച് വന്നു. ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം. ഞങ്ങളൊക്കെ അത് പറഞ്ഞിരിക്കുക, ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്നു. ഇക്കരെ കാണുന്ന അള്ളങ്കൽ വനമാണ്. ആ കാണുന്ന അള്ളങ്കൽ വനം കടന്ന് ആ കാണുന്ന വഞ്ചിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നീന്തി കടന്ന് തൊട്ട് താഴെ കാണുന്ന ആ സ്ഥലത്തുകൂടി ഇങ്ങനെ കയറി ചിലപ്പോൾ ആ കരയിൽ കൂടി പോകും, ചിലപ്പോൾ ഈ കരയിൽ കൂടി പോകും. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തോട് തന്നെ ചിലപ്പം കയറി ഈ പറഞ്ഞ സ്ഥലത്തോടെ കയറി ഇങ്ങനെ സ്ഥിരത്തോടെ ചിറ്റാർ റോഡ് മുറിച്ച് കടന്ന് തൊട്ട് മറസകളായിട്ടുള്ള കൈതത്തോട്ടത്തിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ഒരു 2 മാസത്തോളം തുടർച്ചയായിട്ട്. ഈ സമയങ്ങളിലാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഇവയുടെ ചിത്രങ്ങളൊക്കെ പകർത്തിയത്. കേട്ട കാര്യങ്ങളൊന്നും തന്നെ സത്യമാകാതിരിക്കട്ടെ എന്നാണ് ആനപ്രേമികളായ ആൾക്കാരും സ്ഥലവാസികളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്.